ഇന്ത്യൻ സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന പുതിയ ചിത്രമാണ് ലോകേഷ് കനകരാജ് രജനികാന്ത് ചിത്രം കൂലി. കൂലി ഒരു വലിയ ക്ലാഷിന് ഒരുങ്ങുകയാണ് ഹൃതിക് റോഷൻ NTR ടീമിന്റെ വാറുമായിട്ട്. വാറിന്റെ ട്രെയിലർ റീസെന്റ് വന്നിരുന്നു. ടീസറിനെ അപേക്ഷിച്ച് ട്രെയിലർ അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ അതിന്റെ റിയാക്ഷൻ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂലിയിലേക്ക് വരുമ്പോൾ കൂലിയുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ നമുക്കൊന്ന് കണ്ടുപോകാം. ഷൗബിൻ ഷാ കലാനിധിമാർ முப்பது வருஷமா பறக்கவே ഷോബിൻ ഷാഹ്, റിയൽ സ്റ്റാർ ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, സത്യരാജ്, ആമിർ ഖാൻ, சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். ലോകേഷ് കനകരാജ്. ഓക്കെ, അപ്പോ ട്രെയിലറിലേക്ക് വരുമ്പോ ലോകേഷ് സിനിമകൾക്ക് കാണുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഗട്ട്സ് ആണ്, ഒരു ഡാർക്ക്നെസ് ഉണ്ട്. ആ ഒരു ഡാർക്ക്നെസ് ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. കുറച്ച് ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള സീനുകളും മറ്റുമൊക്കെയാണ്. പിന്നെ പടത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് തലൈവരുടെ ഒരു പ്രസൻസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആ മാറ്റുകൂട്ടാനായിട്ട് കിങ് നാഗാർജുന ഉണ്ട്. അദ്ദേഹം നെഗറ്റീവ് റോളാണെന്നാണ് കേട്ടത്. സൈമൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര ഉണ്ട്. ഉപേന്ദ്രയുടെ പേഴ്സണലി പറയുമ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള സിനിമകളൊന്നും കണ്ടിട്ടില്ല. പുള്ളിയുടെ അല്ലു അർജുൻ്റെ ഒപ്പം ഉള്ളൊരു സിനിമ, പിന്നെ വിശാലിൻ്റെ ഒപ്പം സത്യം എന്ന് പറഞ്ഞൊരു സിനിമ, അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമേ ഞാൻ പുള്ളിയുടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ അടുത്ത് പുള്ളിനെ കുറിച്ച് കൂടുതൽ ഞാൻ കേട്ടത് സത്യത്തിൽ KGF ഒരു സ്പൂഫ് വന്നല്ലോ. ആക്ച്വലി സ്പൂഫ് അല്ല, പക്ഷെ ചെയ്തു വന്നപ്പോൾ സ്പൂഫായി. കപ്സ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിരുന്നല്ലോ, അപ്പോഴൊക്കെയാണ് പുള്ളിനെ കുറിച്ച് കൂടുതൽ കേട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു കാലത്ത് കന്നഡ സിനിമയിലെ ഒരു ടോപ്പ് സ്റ്റാർ ആണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രസൻസ് ഉണ്ട് ഈ സിനിമയിൽ. മലയാളികളുടെ സ്വന്തം ഷൗബിൻ ഷാഹിർ ഉണ്ട്. ഷൗബിൻ ഷാഹിറിന് നല്ല അത്യാവശ്യം സ്ക്രീൻ ടൈമും സ്ക്രീൻ പ്രസൻസും കൊടുത്തിട്ടുണ്ടെന്നാണ് ആ ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. രജനീകാന്തായിട്ട് ഒരു ഫേസ് ഓഫ് ഒക്കെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഫഹദിന് ഓഫർ ചെയ്തിരുന്ന റോളാണെന്നും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രുതി ഹാസനാണ് നായിക കണ്ടിടത്തോളം. സത്യരാജ് ഉണ്ട്. ഇതിൽ നിന്നിപ്പോ കഥ എന്നും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു സത്യരാജിന് സംഭവിക്കുന്ന എന്തോ ഒരു ഇഷ്യൂ. സത്യരാജിന്റെ മകളാണ്
ശ്രുതി ഹാസൻ തോന്നുന്നു, രജനീകാന്ത് ഹെൽപ്പിന് വരുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നു. വാട്ട് എവർ, നമുക്കിന്ന് വേണ്ടത് ഒരു നല്ല അടിപൊളി ഒരു എന്റർടൈനർ ആണ്. 2.75 മണിക്കൂറോളം സിനിമ ടൈം ഉണ്ടെന്നാണ് പറയുന്നത്, റണ്ണിങ് ടൈം. ഈ ടൈം നമ്മളെ എൻഗേജ് ചെയ്യുന്ന ഒരു അടിപൊളി സിനിമയായിരിക്കും കൂലി എന്നാണ് ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകേഷ് കനകരാജ്. എനിക്ക് പേഴ്സണലി ലോകേഷ് കനകരാജ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു ബ്രാൻഡ് നെയിമായിട്ട് തോന്നുന്നത്. തമിഴ് സിനിമയിൽ ഇപ്പൊ നമ്പർ 1 ഡയറക്ടർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സംശയമില്ല, ലോകേഷ് കനകരാജാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് കൂലിയുടെ റിപ്പോർട്ടുകളും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കാം ഈ നടന്മാരുടെ എല്ലാം വലിയൊരു ക്ലാഷിനായിട്ട്. പിന്നെ ബോളിവുഡിന്റെ സ്വന്തം ആമീർ ഖാൻ. ആമീർ ഖാന്റെ പ്രസൻസ് ഒരു സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ഇവരാരും നമ്മുടെ സൗത്ത് ഇന്ത്യൻ പടങ്ങളിലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു, കാരണം ബോളിവുഡ് ആയിരുന്നു ഏറ്റവും വലിയത്. പക്ഷെ ഇപ്പൊ അവർക്ക് തന്നെ കുറെയൊക്കെ തിരിച്ചറിവായി, കാരണം തെലുങ്കു തമിഴ് സിനിമകളൊക്കെ വന്ന് വലിയ വലിയ വണ്ടേഴ്സ് ഇവിടെ കാണിച്ചു പോകുന്നുണ്ടെന്നുള്ളത്. സൽമാൻ ഖാൻ ഇപ്പൊ റീസെന്റ് ടൈമിൽ വന്നിരുന്നല്ലോ, പൃഥ്വിരാജിന്റെ മറ്റേ ലൂസിഫറിന്റെ തെലുങ്കുവില് പൃഥ്വിരാജ് ചെയ്ത വേഷം ചെയ്തത് സൽമാൻ ഖാനാണ്. അപ്പൊ ഇതേപോലെ അമീർ ഖാൻ, പക്ഷെ അമീർ ഖാൻ ഒട്ടും വരുമെന്ന് ഞാൻ കരുതിയതല്ല കേട്ടോ. അമീർ ഖാൻ കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി മടി വിചാരിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് രജനി മൂവി, ഞാനൊരു രജനിയുടെ ഹ്യൂജ് ഫാനാണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതുവരെ ഒരു അവസരം കിട്ടിയാൽ സ്ക്രിപ്റ്റ് പോലും കേൾക്കാണ്ടാണ് ഞാൻ എസ് പറഞ്ഞതെന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു അങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചില്ല, ഒന്ന് ഇറങ്ങി ഒരു ഗൺ ഷോട്ട് എന്തോണം കാണിച്ചത്. ഇതെല്ലാം സിനിമയിൽ വരുമ്പോൾ ഒരു അടിപൊളി എന്റർടൈനർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിടിലൻ ഫേസ് ഓഫുകൾ ഈ പടത്തിൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ട്രെയിലർ അത്യാവശ്യം നല്ലതാണ്. അനിരുദ്ധിന്റെ BGM വർക്ക്, അത് പിന്നെ അനിരുദ്ധിന്റെ അടുത്ത് പറയണ്ടല്ലോ, അനിരുദ്ധ് ഉണ്ടെങ്കിൽ പിന്നെ BGMന്റെ പാർട്ട് പുള്ളി നോക്കിക്കോളും എന്നുള്ളതാണ് ഇതിന്റെ സെറ്റ്. അപ്പൊ അതിവിടെയും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. തലൈവരുടെ സ്ക്രീൻ പ്രസൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എനിക്ക് നാഗാർജുനേനെ ഭയങ്കര ഇഷ്ടമാണ്. നാഗാർജുനേനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ കോസ്റ്റ്യൂമും രീതിയൊക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു അബോ ആവറേജ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ട്രെയിലർ എന്ന് പറയാം. ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ല, നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം. ഇപ്പോൾ വിക്രത്തിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നിയ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവമൊന്നുമില്ല. പിന്നെ ഇത് LCU കണക്റ്റഡ് അല്ല, ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവിയാണ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ കാത്തിരിക്കാം കൂലിക്ക്.